അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ എം.കെ. റാമിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിക്കുക. ഡോക്ടർ എം.കെ. റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നോടിയായി പോലീസ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം കോടതി അറസ്റ്റ് അസാധുവാക്കിയിരുന്നു. പിന്നാലെയാണ് അന്വേഷണ സംഘം വീണ്ടും കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. വി എസ് രഞ്ജിത്താണ് നമുക്കൊപ്പം ചേരുന്നത്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. 100 ദിവസങ്ങൾ ഈ എം.കെ. റാമിനെ കണ്ടുപിടിക്കാൻ പോലും സാധിച്ചില്ല. കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് അറസ്റ്റിലേക്ക് കടക്കുന്നത്. അതിൽ തന്നെ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞുമില്ല. കോടതി ഇന്നലെ ഈ അന്വേഷണ സംഘത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥ സംഘം ഒത്തുകളിച്ചു എന്നുള്ള തരത്തിലാണ് ഇന്നലെ കോടതി സംസാരിച്ചത്. ഇന്നിപ്പോൾ അന്വേഷണ സംഘം അടുത്ത നടപടിയിലേക്ക് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണല്ലേ രഞ്ജിത്ത്? ഷിയാസ്, തീർച്ചയായും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിക്കുന്നത്. പ്രധാനമായും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പുതിയ അന്വേഷണ സംഘം, അതായത് മലപ്പുറം ക്രൈംബ്രാഞ്ച് SP MP മോഹനചന്ദ്രൻ നേതൃത്വത്തിലാണ് പുതിയ അന്വേഷണം നടക്കുന്നത്. ഇന്നലെ കണ്ണൂരിലെത്തിയ അന്വേഷണ സംഘം പഴയ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പഴയ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടാവുന്ന എല്ലാ രേഖകളും അവർ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്താൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് വേണ്ടത്ര രേഖകൾ, ഈ അറസ്റ്റിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ല എന്ന് പറഞ്ഞാണ് റാമിന് ജാമ്യം അനുവദിച്ചത്. ജാമ്യം അനുവദിച്ച് പുറത്തിറങ്ങിയ ഉടൻ തന്നെ വീണ്ടും ക്രൈംബ്രാഞ്ച് സംഘം റാമിനെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചിരുന്നു. അത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. അതിനിടെയാണ് അദ്ദേഹത്തെ വിട്ടയച്ചത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കോടതിയുടെ വിധിക്കനുസരിച്ചായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇനി മുന്നോട്ട് പോവുക. ശരി, വി എസ് രഞ്ജിത്ത്.